നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നലെ രാത്രി തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്ന കാര്യമാണ് ആൻ്റണി ഗോർഡനായിട്ട് FC ബാഴ്സലോണ ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളത്. പിന്നീട് ഇപ്പോൾ അത് കൺഫേംഡ് ആയിരിക്കുകയാണ്. ഷുവർ ഫയർ കാറ്റഗറിയിലേക്ക് മാറിയിരിക്കുന്നു. ഫബ്രിസിയോ റൊമാനോയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഹിയർ വി ഗോ പറഞ്ഞു കഴിഞ്ഞു. ബാഴ്സലോണയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തരുന്ന ജേർണലിസ്റ്റുകളും ഇംഗ്ലീഷ് ജേർണലിസ്റ്റുകളും ഇക്കാര്യം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. എന്തായാലും ആൻ്റണി ഗോർഡൻ ടു FC ബാഴ്സലോണ ഒഫീഷ്യൽ ബിഡ് ഇപ്പോൾ ന്യൂകാസിലിൻ്റെ ബോർഡും സൗദി ഓണേഴ്സുമൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്, ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ അതായിരുന്നു സൗദി ഓണേഴ്സ് എന്തു പറയും എന്നുള്ളതാണ് അറിയാനിരുന്നത്. ഇപ്പോൾ അത് ആ കാര്യം കൂടി മാറിയിരിക്കുന്നു. അവർ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു ഈ ഒഫീഷ്യൽ ബിഡ്. 70 മില്യൺ യൂറോ ഫിക്സഡ് ഫീ പ്ലസ് ആഡ് ഓൺസ്, അതാണ് ഫൈനൽ പാക്കേജ്. ഏതാണ്ട് 80 മില്യൺ യൂറോക്ക് മുകളിൽ വരും എന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം. സോ വലിയൊരു തുക കൊടുത്ത് തന്നെ ആൻ്റണി ഗോർഡനെ FC ബാഴ്സലോണ സ്വന്തമാക്കുന്നു. ഗോർഡന് ഇപ്പം മെഡിക്കലിന് വേണ്ടിയിട്ട് ഇന്ന് തന്നെ ബാഴ്സലോണയിലേക്ക് ട്രാവൽ ചെയ്യും. അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗോർഡൻ വിൽ ലാൻഡ് ഇൻ ബാഴ്സലോണ റൈറ്റ് ആഫ്റ്റർ ലഞ്ച് ടുഡേ. ഇന്ന് ലഞ്ചിന് ശേഷം അദ്ദേഹം ബാഴ്സലോണയിൽ ലാൻഡ് ചെയ്യും. മെഡിക്കൽ ടെസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ നടത്തും എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള വിവരം. സോ ആൻ്റണി ഗോർഡൻ ടു FC ബാഴ്സലോണ അത് ഒഫീഷ്യലാവാൻ പോകുന്നു. ഗോർഡനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹം എവേർട്ടണിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയർ. പിന്നീട് അദ്ദേഹം ന്യൂകാസിൽ യുണൈറ്റഡിലേക്ക് 2023 ചേക്കേറിയത്. ഇംഗ്ലണ്ടിൻ്റെ അണ്ടർ-18, അണ്ടർ-19, അണ്ടർ-20, അണ്ടർ-21 ടീമുകൾക്കൊക്കെ കളിച്ച് ഇംഗ്ലണ്ടിൻ്റെ സീനിയർ ടീമിന് വേണ്ടി ഓൾറെഡി 17 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ്. 25 വയസ്സ് മാത്രമേ താരത്തിനുള്ളൂ. വിങ്ങറായിട്ട് കളിക്കുന്ന താരം ബാഴ്സലോണയ്ക്ക് ഒരു മുതൽക്കൂട്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.